പശ്ചിമേഷ്യൻ രാഷ്ട്രീയം വീണ്ടും ഒരു നിർണായക വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. ദശകങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾക്കും കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി രക്തരൂക്ഷിതമായി തുടരുന്ന യുദ്ധങ്ങൾക്കും ഒരു അറുതിയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് പുതിയൊരു തലം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണം. യുദ്ധഭൂമിയിലെ കനത്ത പ്രഹരങ്ങൾക്കിടയിലും സമാധാനത്തിൻ്റെയോ അല്ലെങ്കിൽ പുതിയ ഒരു രാഷ്ട്രീയ കരാറിൻ്റെയോ സാധ്യതകൾ തെളിയുന്നു എന്ന സൂചനയാണ് ഈ ചർച്ചകൾ നൽകുന്നത്. എന്നാൽ ഈ ചർച്ചകൾക്കിടയിലും ഇറാനിലും ലെബനനിലും ആക്രമണങ്ങൾ തുടരുന്ന നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം സമാധാന ചർച്ചകൾ എത്രത്തോളം സങ്കീർണമാണെന്ന് അടിവരയിടുന്നു. തിങ്കളാഴ്ച രാത്രിയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചത്. തൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ ട്രംപുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും മിഡിൽ ഈസ്റ്റിലെ പുതിയ സാധ്യതകളെക്കുറിച്ചും നെതന്യാഹു വാചാലനായി. അമേരിക്കൻ സൈനിക പിന്തുണയോടെ ഇസ്രയേൽ കൈവരിച്ച നേട്ടങ്ങളെ ഒരു സമാധാന കരാറിലേക്ക് എത്തിക്കാൻ ട്രംപിന് സാധിക്കുമെന്ന് നെതന്യാഹു വിശ്വസിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സുപ്രധാന താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഉടമ്പടി മാത്രമായിരിക്കും പരിഗണിക്കുക എന്ന കർശനമായ നിലപാടും അദ്ദേഹം വ്യക്തമാക്കി. കേവലം ഒരു വെടിനിർത്തൽ എന്നതിലുപരി മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥ ഇസ്രയേലിന് അനുകൂലമായി മാറ്റിമറിക്കുക എന്ന ഒരു ശാശ്വത പരിഹാരമാണ് നെതന്യാഹു ലക്ഷ്യമിടുന്നത്. ട്രംപിൻ്റെ രണ്ടാം വരവ് പശ്ചിമേഷ്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നതാണ്. തൻ്റെ ആദ്യ ഭരണകാലത്ത് എബ്രഹാം കരാറുകളിലൂടെ അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിച്ച ട്രംപ് ഇത്തവണ കൂടുതൽ വലിയൊരു ഡീലാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ നെതന്യാഹുവിൻ്റെ വാക്കുകളിൽ സമാധാനത്തോടൊപ്പം തന്നെ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഹിസ്ബുള്ളയ്ക്കും ഇറാന്റെ ആണവ പദ്ധതികൾക്കും കനത്ത ആഘാതം ഏൽപ്പിച്ചതായി അവകാശപ്പെടുമ്പോഴും ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറല്ലെന്നത് ശ്രദ്ധേയമാണ്. സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള സംസാരങ്ങൾക്കിടയിലും ഇസ്രയേൽ തങ്ങളുടെ സൈനിക നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെയും മിസൈൽ പ്രോഗ്രാമുകളെയും തകർക്കുന്നതിൽ ഇസ്രയേൽ വലിയ വിജയം കൈവരിച്ചതായി നെതന്യാഹു അവകാശപ്പെടുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇറാന്റെ 2 ആണവ ശാസ്ത്രജ്ഞന്മാരെ കൂടി വധിക്കാൻ സാധിച്ചത് തങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും സൈന്യത്തിൻ്റെയും കരുത്താണെന്ന് ഇസ്രയേൽ കരുതുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രജ്ഞരുടെ നഷ്ടം അവരുടെ ആണവ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് എതിരെയുള്ള പോരാട്ടവും സമാനമായ തീവ്രതയിലാണ് മുന്നോട്ടു പോകുന്നത്. സമാധാന കരാറുകൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഹിസ്ബുള്ളയുടെ അടിത്തറ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഇസ്രയേൽ പിന്നോട്ട് പോയിട്ടില്ല. സൈനിക വിജയങ്ങളെ നയതന്ത്ര വിജയങ്ങളാക്കി മാറ്റുക എന്ന തന്ത്രമാണ് നെതന്യാഹു ഇവിടെ പയറ്റുന്നത്. ശത്രുവിനെ പൂർണ്ണമായും ദുർബലപ്പെടുത്തിയ ശേഷം മാത്രം ചർച്ചാമേശയിലേക്ക് വരിക എന്ന ഇസ്രയേലിൻ്റെ പഴയകാല നയം ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു. ഇറാന്റെ മിസൈൽ ശേഖരത്തെയും ആണവ പരീക്ഷണങ്ങളെയും ഒരുപോലെ തകർക്കുക വഴി മേഖലയിലെ തങ്ങളുടെ അനിഷേധ്യമായ മേധാവിത്വം ഉറപ്പിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ട്രംപിൻ്റെ തിരിച്ചുവരവ് പശ്ചിമേഷ്യൻ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ 5 ദിവസത്തേക്ക് നിർത്തിവെക്കാനുള്ള ട്രംപിൻ്റെ നിർദ്ദേശം ഇതിൻ്റെ ഭാഗമാണ്. ഈ ഇടവേള ഒരു വലിയ സമാധാന കരാറിലേക്കുള്ള വാതിലായി ട്രംപ് കാണുന്നു. ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം കുറിച്ച വാക്കുകൾ പുതിയൊരു നയതന്ത്ര നീക്കത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും തമ്മിൽ വളരെ ക്രിയാത്മകമായ ചർച്ചകൾ നടന്നതായും പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം ഉടൻ ഉണ്ടാകുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു. ആണവായുധങ്ങളില്ലാത്ത ഒരു ഇറാൻ എന്നതാണ് ട്രംപിൻ്റെയും വാഷിംഗ്ടണിൻ്റെയും പ്രധാന ലക്ഷ്യം. ഇറാൻ ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നതിനെ ലോകം ഭയപ്പെടുന്നുവെന്നും മിസൈൽ സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ ഇറാൻ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നുമാണ് ട്രംപിൻ്റെ നിലപാട്. സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇറാനുമേൽ ശക്തമായ സമ്മർദ്ദം നിലനിർത്താൻ ട്രംപ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇറാൻ ഒരു കരാറിനായി ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് സാധ്യമായാൽ പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. എന്നാൽ ഇസ്രയേലിൻ്റെ താൽപ്പര്യങ്ങളെ ഹനിക്കാതെ എങ്ങനെ ഇത് സാധ്യമാകും എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ട്രംപിൻ്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ചെയ്തത്. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചു. ട്രംപിൻ്റെ പ്രസ്താവനകൾ എന്തിനെക്കുറിച്ചാണെന്ന് തങ്ങൾക്കറിയില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഈ ഒരു വൈരുദ്ധ്യം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ട്രംപ് പറയുന്നത് പോലെ രഹസ്യമായ ചർച്ചകൾ നടക്കുന്നുണ്ടോ അതോ ഇതൊരു സമ്മർദ്ദ തന്ത്രമാണോ എന്നത് വ്യക്തമല്ല. ഇറാന്റെ സാമ്പത്തികാവസ്ഥ വളരെ മോശമായ സാഹചര്യത്തിൽ ഒരു കരാറിന് അവർ തയ്യാറായേക്കാം എന്ന ചിന്ത അമേരിക്കയ്ക്കുണ്ട്. എന്നാൽ സ്വന്തം പരമാധികാരത്തെയും പ്രതിരോധ നയങ്ങളെയും ബാധിക്കുന്ന തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് ഇറാൻ എത്രത്തോളം തയ്യാറാകും എന്നത് സംശയകരമാണ്. ഇസ്രയേൽ തുടർച്ചയായി ഇറാനിയൻ ശാസ്ത്രജ്ഞന്മാരെ ലക്ഷ്യം വെക്കുന്നതും ഇറാനിലെ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തുന്നതും തങ്ങളുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന കാര്യങ്ങളായാണ് ടെഹ്റാൻ കരുതുന്നത്. അതിനാൽ തന്നെ പെട്ടെന്നൊരു സമാധാന കരാറിലേക്ക് ഇറാൻ എത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ചർച്ചകൾ പശ്ചിമേഷ്യയിൽ പുതിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ നിരവധി തടസ്സങ്ങൾ ബാക്കിയാണ്. ഒന്നാമതായി, ഇസ്രയേൽ തുടരുന്ന ആക്രമണങ്ങൾ ഇറാനെയും ഹിസ്ബുള്ളയെയും കൂടുതൽ പ്രകോപിപ്പിക്കാനാണ് സാധ്യത. ആക്രമണങ്ങൾ തുടർന്നുകൊണ്ട് സമാധാന ചർച്ചകൾ നടത്തുക എന്നത് ഒരു വിരോധാഭാസമായി തുടരുന്നു. രണ്ടാമതായി, ലബനനിലെയും ഗാസയിലെയും മാനുഷിക പ്രതിസന്ധി ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. ട്രംപിന്റെ 5 ദിവസത്തെ വെടിനിർത്തൽ ആഹ്വാനം ഇസ്രയേൽ എത്രത്തോളം ഗൗരവമായി കാണും എന്നതും പ്രധാനമാണ്. സൈനികമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ സൈന്യം ആ വേഗത കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക സൈനിക പിന്തുണയില്ലാത്ത ഇസ്രയേലിന് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നതിനാൽ ട്രംപിന്റെ നിർദ്ദേശങ്ങളെ അവർക്ക് അവഗണിക്കാനുമാകില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇറാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൻ്റെ ഗതി. അധികാരത്തിൻ്റെ കരുത്തും നയതന്ത്രത്തിൻ്റെ തന്ത്രങ്ങളും ഒത്തുചേരുന്ന ഒരു ഘട്ടമാണിത്. നെതന്യാഹുവിൻ്റെ സൈനിക നീക്കങ്ങളും ട്രംപിൻ്റെ കരാർ തന്ത്രങ്ങളും പശ്ചിമേഷ്യയെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കുമോ അതോ വീണ്ടും വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിയിടുമോ എന്ന് കണ്ടറിയണം. ഏതായാലും പശ്ചിമേഷ്യൻ മണ്ണിൽ ഒഴുകുന്ന രക്തം അവസാനിക്കണമെങ്കിൽ കേവലം വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിലുള്ള ആത്മാർത്ഥത അനിവാര്യമാണ്. ലോകം കാത്തിരിക്കുന്നത് വെറുമൊരു ഉടമ്പടിക്കായല്ല, മറിച്ച് മനുഷ്യജീവനുകൾക്ക് വിലയുള്ള ഒരു ശാശ്വത സമാധാനത്തിനായാണ്. അധികാരത്തിൻ്റെ കരുത്തും നയതന്ത്രത്തിൻ്റെ തന്ത്രങ്ങളും ഒത്തുചേരുന്ന ഒരു ഘട്ടമാണിത്. നെതന്യാഹുവിൻ്റെ സൈനിക നീക്കങ്ങളും ട്രംപിൻ്റെ കരാർ തന്ത്രങ്ങളും പശ്ചിമേഷ്യയെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കുമോ അതോ വീണ്ടും വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിയിടുമോ എന്ന് കണ്ടറിയണം. ഏതായാലും പശ്ചിമേഷ്യൻ മണ്ണിൽ ഒഴുകുന്ന രക്തം അവസാനിക്കണമെങ്കിൽ കേവലം വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിലുള്ള ആത്മാർത്ഥത അനിവാര്യമാണ്. ലോകം കാത്തിരിക്കുന്നത് വെറുമൊരു ഉടമ്പടിക്കായല്ല, മറിച്ച് മനുഷ്യജീവനുകൾക്ക് വിലയുള്ള ഒരു ശാശ്വത സമാധാനത്തിനായാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.